എല്ലാവർക്കും നമസ്കാരം. ജോബ് കഫേയുടെ പുതിയൊരു പരിശീലന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് വർണ്ണക്കൂട്ടുകൾ കൊണ്ട് കുടുംബശ്രീ അംഗങ്ങൾ തീർത്ത ചിത്രവിസ്മയത്തിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. കാസർഗോഡ് കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ജോബ് കഫേ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ മ്യൂറൽ ആർട്ട് പരിശീലനം. ജില്ലയിലെ വിവിധ CDSലെ കുടുംബശ്രീ അംഗങ്ങളാണ് സംരംഭമെന്ന രീതിയിൽ ഇത് ചെയ്യുന്നതിന് വേണ്ടി ഈ പരിശീലനത്തിന് വന്നത്. ക്ഷേത്രങ്ങളിലും കൊട്ടാരങ്ങളിലും കണ്ടുവന്നിരുന്ന ഈ കലാരൂപം പ്രകൃതിയിൽ നിന്നെടുത്ത 5 കളറുകൾ ഉപയോഗിച്ചായിരുന്നു അന്ന് ചെയ്തിരുന്നത്. ഇന്ന് അക്രലിക് കളറുകൾ ഉപയോഗിച്ച് എല്ലാവരും ചുവരിലും ക്യാൻവാസിലും മ്യൂറൽ പെയിന്റ് ചെയ്തു വരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാ വീടുകളിലും റിസോർട്ടുകളിലും വിവിധ സ്ഥാപനങ്ങളിലും മ്യൂറൽ പെയിന്റ് അലങ്കരിച്ചു വരുന്നു. പൊതുവെ കൃഷ്ണന്റെയും രാധയുടെയും വിഘ്നേശ്വരന്റെയും ഉൾപ്പെടെ പുരാണ കഥാപാത്രങ്ങളാണ് കണ്ടുവരാറുള്ളത്. എന്നാൽ ഇന്ന് എല്ലാവിധ ചിത്രങ്ങളും മ്യൂറൽ പെയിന്റിന് ഇതിവൃത്തമാവാറുണ്ട്. സാധാരണ കുടുംബശ്രീ അംഗങ്ങളായ സ്ത്രീകളെയാണ് 30 ദിവസത്തെ പരിശീലനത്തോടെ മ്യൂറൽ പെയിന്റിന്റെ എല്ലാ ശാസ്ത്രീയ വശങ്ങളും പഠിപ്പിച്ച് മികച്ച കലാകാരികളാക്കി മാറ്റാൻ സാധിച്ചത്. ചുമർ ചിത്രങ്ങളിലും ക്യാൻവാസിലും വരയ്ക്കുന്നത് കൂടാതെ വിവിധ വസ്ത്രങ്ങളിൽ മ്യൂറൽ പെയിന്റ് ചെയ്യാറുണ്ട്. നിരവധി നൂതന സംരംഭങ്ങൾക്ക് പരിശീലനം നൽകി മോണിറ്ററിംഗ് ചെയ്തു വരുന്ന ജോബ് കഫേയാണ് ഈ ഒരു ട്രഡീഷണൽ ആർട്ടിനെ ഒരു തൊഴിൽ സംരംഭം എന്ന നിലയിൽ പരിശീലനം നൽകി മോണിറ്ററിംഗ് ചെയ്തു വരുന്നത്. വിവിധ രീതിയിലുള്ള ആഭരണങ്ങൾ, ഉടയാടകൾ, കിരീടങ്ങൾ, പൂക്കൾ, മുദ്രകൾ എന്നിവ പ്രത്യേകം വരച്ച് പഠിച്ചാണ് ഒരു പൂർണ്ണ ചിത്രത്തിലേക്ക് വരയ്ക്കാൻ തുടങ്ങുന്നത്. ഇവിടെ വെച്ച് എല്ലാവരും ഫേസ് പെയിന്റിങ്ങും പരിശീലിച്ചു. പരിശീലനത്തിന് ശേഷം ജോബ് കഫേയുടെ നേതൃത്വത്തിൽ പള്ളിക്കര ബീച്ചിലും കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിലും നടത്തിയ വിപണനമേളയിൽ ഓരോരുത്തരും അവരവർ വരച്ച ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുകയുണ്ടായി. അവിടെ വെച്ച് കൂടുതൽ വർക്കുകളുടെ ഓർഡറുകൾ അവർക്ക് ലഭിക്കുകയും ചെയ്തു. സംരംഭകർ തന്നെ കൂട്ടമായി വിവിധ സ്ഥലങ്ങളിൽ ചിത്ര പ്രദർശനവും വിപണനവും നടത്തി വരുമാനമുണ്ടാക്കുന്നുണ്ട് എങ്കിലും ഇവരുടെ പ്രധാന വിപണന രീതി വിവിധ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് നടക്കുന്നത്. സ്ക്വയർ ഫീറ്റ് കണക്കാക്കിയാണ് ചിത്രങ്ങൾക്ക് വില നിശ്ചയിക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ മോഹവിലയും ഇടാറുണ്ട്.